കൊച്ചിയിൽ നിന്നും ഷാർജയിലേക്ക് പുലർച്ചെ 2:40 പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകുകയാണ്. 180ഓളം യാത്രക്കാരെ വിമാനത്തിനുള്ളിൽ കയറ്റിയിട്ട് 3 മണിക്കൂർ പിന്നിട്ടു. യന്ത്ര തകരാറിനെ തുടർന്നാണ് വൈകുന്നതെന്നാണ് വിശദീകരണം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, വിശദാംശം. രുചീഷ്, അതായത് 2:30 എയർ ഇന്ത്യ എക്സ്പ്രസ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഷാർജയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും 10 മണിയോടുകൂടി തന്നെ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരായിരുന്നു. എന്നാൽ 2:30 വിമാനം പുറപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഇതിനോടകം തന്നെ ആളുകൾ വിമാനത്തിനകത്ത് കയറിയിട്ട് 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ആളുകളെല്ലാം ക്ഷീണിതരാണ്. മാത്രമല്ല, അവർക്ക് വലിയ രീതിയിലുള്ള ശ്വാസം മുട്ടെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. കൂടാതെ അതിനകത്ത് ചൂട് കൂടാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ AC അടക്കമുള്ളവ ഓഫ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യാത്രക്കാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. യാത്രക്കാര് ബഹളം വെക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. 180ഓളം യാത്രക്കാരുണ്ട്. യന്ത്ര തകരാറിനെ തുടർന്നാണ് വിമാനം ഇതുവരെ പുറപ്പെടാൻ കഴിയാത്തത് എന്നുള്ള ഒരു അറിയിപ്പാണ് നൽകിയിരുന്നത്. ഇന്നലെ തന്നെ വിമാനത്താവളങ്ങളിൽ കർശനമായ പരിശോധനകളെല്ലാം നടന്നിരുന്നു. 2 ഇടങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഭീഷണി ഇന്നലെ വിമാനത്താവളങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നായിരുന്നു കർശനമായ പരിശോധന ഉണ്ടായിരുന്നത്. ഈ പരിശോധന ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ യാത്രക്കാർക്ക് വിമാനത്താവളങ്ങളിലേക്ക് എത്തേണ്ടി വന്നു. ആ യാത്രക്കാരാണ് ഇപ്പോഴും വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. പല ആളുകളും എയർ ഇന്ത്യ എക്സ്പ്രസിനകത്ത് കയറിയ ചെറിയ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെയും വിമാനം പുറപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. രുചീഷ്, ഇവർക്ക് എന്തായാലും വിമാനം വൈകിയാണ്. ആ സമയത്ത് ഇവർക്ക് മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും ഒരുക്കാൻ അധികൃതർ എന്തെങ്കിലും നീക്കം തുടങ്ങിയിട്ടുണ്ടോ? ഇതുവരെയും ഒരു സൗകര്യവും അവർക്ക് ഏർപ്പാട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സഹിൻ, തുടരുക. ഇപ്പോൾ മുബാറക് എന്ന യാത്രക്കാരൻ നമ്മോടൊപ്പം ചേരുകയാണ്. മുബാറക്, നിങ്ങളിപ്പോൾ വിമാനത്തിനുള്ളിൽ തന്നെയാണോ ഉള്ളത്? എന്താണ് നിലവിലെ സാഹചര്യം? ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ ഗ്രൗണ്ട് സ്റ്റാഫ്, ടെക്നീഷ്യന്മാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്ലൈറ്റില് നല്ല സഫക്കേഷൻ, എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുന്നില്ല. നല്ല സഫക്കേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. യാത്രക്കാർക്ക് ബുദ്ധിമുട്ട്. യാത്രക്കാരെ പാനിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. രോഗികളും പ്രായമായവരും എല്ലാവരും കൊണ്ട് ഇപ്പോഴും ഒരു അനക്കവുമില്ല. ശരിക്കും ആക്ച്വലി ഇത് 2:40 പുറപ്പെടേണ്ടിരുന്ന ഫ്ലൈറ്റ് ആണ്. അത് ഡിലേ ആയി 5:10 പിന്നെ 6:10 എടുത്ത ഉടനെ റൺവേയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആവേണ്ടി. റൺവേയിൽ ഇപ്പോൾ റൺവേയിൽ കിടക്കുകയാണ്. ഞാനിപ്പോൾ ഫ്ലൈറ്റിനുള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്തെങ്കിലും വിശദീകരണം ഇവർ നൽകുന്നുണ്ടോ നിങ്ങളോട്? 10 മിനിറ്റ് ടെക്നിക്കലി 10 മിനിറ്റ് എന്ന് പറയല്ലാണ്ട് ഒരു ഇതുമില്ല. ആകെ ഇപ്പോ ശരിക്കും പറഞ്ഞ എയർപോർട്ടിൽ ഞങ്ങളെല്ലാം ഒരുപ്പെട്ട യാത്രക്കാരെല്ലാവരും 3 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നേരത്തെ എത്തിയവരാണ്. എല്ലാവരും വിശന്നിരിക്കുകയാണ്. ഒരു ഭക്ഷണത്തിന്റെ ഒരു നടപടിക്രമങ്ങളും എല്ലാവരും ആകെ ഇതായിട്ട് ഇരിക്കുകയാണ്. ഒരു കുപ്പി വെള്ളം മാത്രം തന്നിട്ട് ഇരിച്ചേക്കാണ് എല്ലാവരും. അതാണ് മുബാറക്, സാധാരണ വിമാനം വൈകുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അതിനൊരു പരിഹാരം, കുറച്ച് സമയത്തേക്കെങ്കിലും വിമാനത്താവളത്തിനുള്ളിൽ അത്തരം ഒരു പരിഹാരമെങ്കിലും ഉണ്ടാകേണ്ടതാണ്. ഇല്ല, പരിഹാരമൊന്നുമില്ല. ഇപ്പൊ ഇതിനുള്ളിൽ എൻജിൻ മൊത്തം ഇതിന്റെ എന്താണെന്നറിയില്ല, ഇലക്ട്രിക്കൽ സംവിധാനം എല്ലാം ബ്ലോക്ക് ആയിട്ടിരിക്കുകയെന്ന് തോന്നുന്നു. AC തന്നെ വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഉഷ്ണം കൂടിക്കൂടി വരുന്നു, സഫക്കേഷൻ കൂടിക്കൂടി വരുന്നു ഇതിനുള്ളിൽ. ആളുകൾ പരാതിപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടോ ഈ വിമാനത്തിനുള്ളിൽ നിന്ന്? പ്പെട്ട് തുടങ്ങേണ്ട. പിന്നെ ഉള്ളവരെല്ലാം അല്പം മാന്യത പാലിക്കുന്നത് കൊണ്ട് ഒച്ചപ്പാടും ബഹളമായിട്ടില്ല. പക്ഷെ എല്ലാവരും കാര്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങി, ചോദ്യം ചെയ്യലും തുടങ്ങിയിട്ടുണ്ട്. ഈ രോഗികളായ ആളുകളും അതോടൊപ്പം കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് യാത്രക്കാർക്കിടയിൽ. അവരെ ഏതെങ്കിലും മുബാറക്, കേൾക്കാമെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ മാറ്റാനുള്ള ഒരു ശ്രമം തുടങ്ങുന്നുണ്ടോ? ഇല്ലില്ല, അങ്ങനെയുള്ള ആരും ശ്രമങ്ങളും നടപടിയിലില്ല, കാണുന്നില്ല. ഒരു മറുപടിയും ഈ അധികൃതർ നൽകുന്നില്ല. ആകെ പറഞ്ഞ 10 മിനിറ്റുള്ള ശരിയാവും. ഞാൻ നേരെ കോക്പിറ്റിന്റെ അടുത്ത് പോയി അവിടുത്തെ ക്രൂവിനോട് ചോദിച്ചപ്പോൾ, ഫ്ലൈറ്റിലെ ക്രൂവിനോട് ചോദിച്ചപ്പോൾ 10 മിനിറ്റിനുള്ളിൽ ഫ്ലൈറ്റ് ശരിയാവുന്നത് പറഞ്ഞിട്ട് ഇപ്പൊ അരമണിക്കൂറിന് മേളിലായി. അതായത് 2:40 മുതൽ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ല, 2:40 ഫ്ലൈറ്റ് ഡിലേ ആയെന്ന് അനൗൺസ് ചെയ്തു. അപ്പൊ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യില്ല. 5:10 അവര് റീഷെഡ്യൂൾ ചെയ്തു. 6:10 വീണ്ടും റീഷെഡ്യൂൾ ചെയ്തു. 6:10 ചെക്ക് ഇൻ ചെയ്തു, ഫ്ലൈറ്റ് എടുത്തു. റൺവേയിൽ വെച്ച് ടേക്ക് ഓഫ് ഇതിന് തൊട്ട് മുമ്പ് റൺവേയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആവുകയാണ് ചെയ്തത്. ശരി മുബാറക്, എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന് പരിശോധിക്കാം. സഹിൻ, ഇത് കേട്ടിട്ടുണ്ടാവും, അവിടെയുള്ള യാത്രക്കാർക്കും വലിയ തരത്തിൽ പരാതികളാണ് പറയാനുള്ളത്. കാരണം
സ്ത്രീകളും കുട്ടികളും രോഗികളും എല്ലാം ഉണ്ട്. മണിക്കൂറുകളായി അവർ ആ വിമാനത്തിനുള്ളിൽ തന്നെ കഴിയുകയാണ്. ഒരു AC പോലും കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല എന്നാണ് യാത്രക്കാരനും പറയുന്നത്. അത് തന്നെയാണ് സാധാരണ രുചിഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിമാനങ്ങളൊക്കെ വൈകാറുണ്ട്. പക്ഷെ അതിനൊരു ബദൽ സംവിധാനം എപ്പോഴും ഒരുക്കിയിരിക്കും. ഒന്നല്ലെങ്കിൽ യാത്രക്കാരെ വിമാനത്താവളത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ അവരെ മറ്റൊരു യാത്ര സംവിധാനം ഒരുക്കുക എന്നുള്ളതൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസ് പുലർച്ചെ 2:40 പുറപ്പെടേണ്ടിയിരുന്ന വിമാനമായിരുന്നു. അത് പിന്നീട് 5:30 റീഷെഡ്യൂൾ ചെയ്യുന്നു. പിന്നീട് അത് 6:30 ആക്കുന്നു. 6:30 റൺവേയിലേക്ക് വിമാനത്തിൽ ആളെ കയറ്റുകയും റൺവേയിലേക്ക് വിമാനം എടുക്കുകയും ചെയ്തു. എന്നാൽ റൺവേയിൽ വെച്ച് വിമാനം യന്ത്രത്തകരാറിനെ തുടർന്ന് നിർത്തുകയാണ് ഉണ്ടായത്. ഇപ്പോഴും വിമാനം അതേ റൺവേയിൽ തന്നെയാണ് കിടക്കുന്നത്. മാത്രമല്ല യാത്രക്കാർക്ക് ഇതുവരെ ഒരു ബദൽ സംവിധാനം ഒരുക്കിയിട്ടില്ല. യാത്രക്കാർ അതിൽ നിന്ന് മാറ്റുവാനോ അതല്ലെങ്കിൽ യാത്രക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകാനോ തയ്യാറായിട്ടില്ല അധികൃതർ എന്നുള്ളതാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് ഇത്തരത്തിലുള്ള ഒരു ദുരിതം യാത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഭക്ഷണം, വേണ്ട രീതിയിലുള്ള ഭക്ഷണം അവർക്ക് നൽകിയിട്ടില്ല, വെള്ളം കൊടുത്തിട്ടില്ല. എല്ലാവരും യാത്ര ഇന്നലെ കർശനമായ പരിശോധനകളൊക്കെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ 3-4 മണിക്കൂർ മുന്നേ വിമാനത്താവളത്തിലേക്ക് എത്തിയ ആളുകളാണ്. 10 മണിയോടുകൂടി തന്നെ വിമാനത്താവളത്തിൽ പല ആളുകളും എത്തിയിരുന്നു. അവർക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ വെള്ളമോ ഇപ്പോൾ ചൂട് കൂടാൻ തുടങ്ങിയിരിക്കുന്നു. AC പോലും വിമാനത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ വലിയ ദുരിതമുണ്ടാക്കുന്നുണ്ട്. കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന വൃദ്ധരായ മനുഷ്യരും അടങ്ങുന്ന വലിയ ഒരു ആൾക്കൂട്ടം അതിനകത്തുണ്ട്. അവർക്കെല്ലാവർക്കും തന്നെ ദുരിതത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. രുചിഷ്. ശരി സഹിൻ, എന്തായാലും ഇന്ന് പുലർച്ചെ കൊച്ചിയിൽ നിന്നും ഷാർജയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് വൈകുന്നത്. പലതവണ റീഷെഡ്യൂൾ ചെയ്തെങ്കിലും ഇപ്പോഴും വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിൽക്കുകയാണ്. യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. AC പോലും കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല എന്നാണ് യാത്രക്കാരും പറയുന്നത്. വിവരങ്ങൾ നൽകിയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി.